എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതിനു മുമ്പ് കാണിച്ച ഹയർ കെ വി ഇൻവെർട്ടറിന്റെ ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കാരണം ഇൻവെർട്ടർ ബോർഡുകൾ ഹയർ കെ വി ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അത് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 4-in-1 ആണ്, അതായത് 60 വോൾട്ട്, 72 വോൾട്ട്, 84 വോൾട്ട്, 96 വോൾട്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒറ്റ ഒരു വലിയൊരു ട്രാൻസ്ഫോമറിലാണ് നമ്മളിത് ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കോർ നമ്പർ 8 ആണ്, സൈസ് 4 ഇഞ്ചാണ്. അപ്പോൾ അത്രയും അതിൽ ചെയ്തിരിക്കുന്നത് അതിന്റെ കമ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന് അപ്പുറമാണ്. അലൂമിനിയത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ടെസ്റ്റിംഗ് ആണ്, ഹയർ കെ വി ആണ്. അതിന്റെ സെക്കൻഡറിയിൽ ഇട്ടിരിക്കുന്നത് 6-ാം നമ്പർ കമ്പിയാണ്. അപ്പോൾ 6-ാം നമ്പർ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വണ്ണം കൂടിയ കമ്പിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആംബിയർ കടത്തിവിടാം. അതേപോലെ പ്രൈമറിയിലാണെങ്കിൽ 12 SWGയുടെ വയറുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ 12 വോൾട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൈമറിയിലിടുന്ന വയറ് വളരെ 4 വോൾട്ടതും സെക്കൻഡറിയിലിടുന്ന ഈ 12-11 SWG വയറൊക്കെയാണ്. നമുക്ക് ആ ഒരു ട്രാൻസ്ഫോമർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമർ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ സപ്പോർട്ടുകൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ഒരു ഹയർ കെ വി ടെസ്റ്റിംഗ് ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ അളവൊന്ന് നോക്കാം. ഈ കോർ നമ്പർ 8 ആണ്. കോർ നമ്പർ 8-ൽ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് കോറാണ് ഇതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബോബിൻ കോർ നമ്പർ 8-ൽ 4 ഇഞ്ച് എന്നുള്ള സൈസിലുള്ള സ്പ്ലിറ്റ് ബോബിനാണ്. സ്പ്ലിറ്റ് ബോബിൻ അസംബിൾ ചെയ്തെടുക്കാവുന്ന ബോബിനാണ്. അപ്പോൾ അസംബിൾ ചെയ്തെടുക്കാവുന്ന ബോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ പാർട്ടീഷൻ നമുക്ക് ആവശ്യാനുസരത്തിന് ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രൈമറിയുടെ ടേൺസ് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് സെക്കൻഡറിയുടെ കുറവാണെങ്കിൽ സെന്റർ പാർട്ടീഷൻ കുറച്ച് പ്രൈമറിയിൽ കൂട്ടി വെച്ച് സെക്കൻഡറിയിൽ കുറച്ച് വെക്കാം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതേപോലെ സ്ട്രെങ്ത്തും ഇതിന് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇങ്ങനെയുള്ള ലെങ്ത് ഒന്ന് നോക്കാം. ഇങ്ങനെയുള്ളത് 18.5 സെന്റിമീറ്റർ ആണ്, ഏകദേശം 7 ഇഞ്ച് അടുത്താണ്. ശരിക്കും ഇതിന്റെ ഇഞ്ച് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ട്രാൻസ്ഫോമറിന്റെ ഇഞ്ച് എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ ഇഞ്ച് നോക്കേണ്ടത്. ഇങ്ങനെയുള്ളത് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ട്രാൻസ്ഫോമർ ആണെങ്കിൽ തന്നെ വളരെ വലുതായിട്ട് തോന്നും. കാരണം 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ട്രാൻസ്ഫോമർ ഇങ്ങനെ നോക്കുമ്പോൾ 6 ഇഞ്ച് 5.5 ഇഞ്ച് എന്നൊക്കെ ആളുകൾ പറയുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ അളവ് എടുക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ 8-ാം നമ്പർ കോറിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18.5 സെന്റിമീറ്റർ ഇങ്ങനെയുണ്ട്. അതേപോലെ ഹൈറ്റ് 17.5 സെന്റിമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ടോട്ടൽ കണക്ഷനിലെ വിഡ്ത് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 9.5 ഇഞ്ചോളം വരും. ഇനിയിപ്പോൾ ഇതിന്റെ സെക്കൻഡറിയും ചെയ്തിരിക്കുന്നത് അലൂമിനിയം വയറിലാണ്. കാരണം ഇതൊരു ഹയർ കെ വി സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട്, ഹയർ കെ വി എന്ന് ഉദ്ദേശിച്ചത് ഒരു 48 വോൾട്ട് സോളാറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അലൂമിനിയം ചെയ്യാം. അത് നമ്മൾ KCBയുടെ ഗ്രിഡ് ലൈനും കൂടി കൊടുക്കുകയാണെങ്കിൽ കോപ്പറാണ് നല്ലത്. ഫുള്ള് സോളാർ ആണെങ്കിൽ അലൂമിനിയം ആണ് ബെറ്റർ. കാരണം നമുക്ക് കോസ്റ്റ് കുറക്കാം. അതേപോലെ ഇതിൽ വരുന്ന കുറച്ച് ലോസ് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഫ്രീ എനർജി കിട്ടുന്നതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് കോപ്പർ ചെയ്യാൻ നിന്നാൽ ഒരുപാട് പൈസയാവും. അലൂമിനിയം ആകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ തന്നെ വളരെ എളുപ്പമാണ്. കാരണം അലൂമിനിയം കമ്പി കോപ്പറിനെക്കാളും വഴക്കം കൂടുതലാണ്. അപ്പോൾ ഇതിന്റെ സെക്കൻഡറി ഭാഗമാണ് മുകളിലത്തെ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുകളിലത്തെ സ്റ്റെപ്പിൽ സെക്കൻഡറി ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സെക്കൻഡറി ഒറ്റ വയറിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് 6-ാം നമ്പർ SWG ഉള്ള ഒറ്റ വയറാണ്. അപ്പോൾ 6-ാം നമ്പർ SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയും വണ്ണമുള്ള ഹെവി ആയിട്ടുള്ളതാണ്. അലൂമിനിയം ആണെങ്കിലും അത് അത്ര എളുപ്പത്തിൽ വഴങ്ങുന്നതല്ല. അത് നമ്മൾ ഒതുക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഓരോ കോർണറും ഒതുക്കി വെക്കുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ ഒടിയുകയില്ല. അതാണ് ഇതിന്റെ ഒരു വലിയ പ്രത്യേകത. വണ്ണം കുറയുമ്പോൾ അത് പെട്ടെന്ന് ഒടിയും. 6-ാം നമ്പർ SWG വയർ ഇട്ടിട്ടാണ് ഇവിടെ 1 2 3 4 ടാപ്പിങ്ങുകൾ ഇട്ടിട്ടുള്ളത്. 4 ടാപ്പിങ്ങുകൾ, ഒരെണ്ണം സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളതാണ്. അതാണ് നമ്മളിവിടെ ഒരു ബ്ലാക്ക് സ്ലീവ് ഇട്ടിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് കഴിഞ്ഞ് ആദ്യത്തെ ടാപ്പിംഗ് 60 വോൾട്ട്, 5 ബാറ്ററി എന്ന് നമുക്ക് ലെഡ് ആസിഡിന് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ 6 ബാറ്ററി 72 വോൾട്ടാണ്. അടുത്തത് 7 ബാറ്ററി 84 വോൾട്ടാണ്. അടുത്തത് 8 ബാറ്ററി 96 വോൾട്ട്. ഞാനിവിടെ ബാറ്ററി പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാനാണ്. ഇപ്പോൾ ലീഥിയം ബാറ്ററി ഒക്കെ വെച്ചിട്ട് നമ്മൾ ബാറ്ററി പറയുകയാണെങ്കിൽ എണ്ണം കൂടുതലായിരിക്കുള്ളൂ. അപ്പോൾ എളുപ്പത്തിന് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും നല്ലത് ലീഥിയം ബാറ്ററി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് തന്നെയാണ് ഇതിന്റെ പ്രൈമറിയുടെ ഇൻപുട്ട് വയർ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അലൂമിനിയത്തിൽ നിന്നും കോപ്പർ വയറിലോട്ട് ആക്കിയിരിക്കുകയാണ്. 4 സ്ക്വയറിന്റെ വയറാണ് ഇതിലോട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്കൻഡറിയുടെ ഈ വയർ നമുക്ക് ഡയറക്റ്റ് ക്രിമ്പ് ചെയ്യുന്നതിന് വേണ്ടി അലൂമിനിയത്തിന്റെ സോക്കറ്റ് തന്നെ വാങ്ങുക. എന്നാലേ അത് വഴങ്ങി സ്മൂത്ത് ആയിട്ട് അതിൽ കയറി പിടിക്കുകയുള്ളൂ. നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് അലൂമിനിയത്തിന്റെയാണ്. സിംഗിൾ വയർ ആണെങ്കിൽ ഏകദേശം ഒരു 25-ന്റെ സോക്കറ്റ് മതിയാകും. അതല്ല ഡബിൾ വയർ ഇതിൽ നമ്മളിപ്പോൾ മടക്കി കയറ്റിയേക്കണോണ്ട് 35-ന്റെ സോക്കറ്റ് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് ക്രിമ്പ് ചെയ്ത ശേഷം അത് സോൾഡറും കൂടി ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്യുന്നതിന് പ്രത്യേക തരത്തിലുള്ള ഒരു സോൾഡറാണ്. അതായത് അതിൻ്റെ പേസ്റ്റ്, സോൾഡർ ഇതെല്ലാം പ്രത്യേകമാണ്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സോൾഡറിങ് പേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അലൂമിനിയം ഈ സോക്കറ്റും തമ്മിൽ സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ പ്രൈമറിയിൽ വരുന്ന വയർ കോപ്പറായിട്ട് ബന്ധിപ്പിച്ചിട്ട് അവിടെയും സോൾഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അലൂമിനിയത്തിന്റെ പേസ്റ്റും ലെഡും തന്നെ വേണം. ഇനി നമുക്ക് ഈ വരുന്ന വയറിൽ ഇതിന്റെ സപ്ലൈ ഒന്ന് കൊടുത്തു നോക്കാം. ഞാനിപ്പോൾ സപ്ലൈ കൊടുക്കുന്നത് ഒരു 2 പിൻ AC കോഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സപ്ലൈ ഒന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഒന്ന് നോക്കാം. വോൾട്ടേജ് നോക്കുന്നതിന് മൾട്ടിമീറ്റർ AC പോയിന്റിൽ തന്നെ ഇടുക. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് 5 ബാറ്ററിയാണ് വരുന്നത്. 5 ബാറ്ററിയിൽ 33.4 വോൾട്ടാണ്, ഏകദേശം 35 വോൾട്ട്. അടുത്തത് 6 ബാറ്ററിയാണ് വേണ്ടത്. 6 ബാറ്ററിക്ക് വേണ്ടത് 41 വോൾട്ടാണ്, ഏകദേശം 40 വോൾട്ടോളം ഉണ്ട്. അടുത്തത് 7 ബാറ്ററിയാണ്. 7 ബാറ്ററി 84 വോൾട്ടിന്റെ 7 ബാറ്ററിക്ക് 50 വോൾട്ടാണ് വേണ്ടത്, 48.2 ആണ്. അടുത്തത് 8 ബാറ്ററിയായ 96 വോൾട്ട്, ഏകദേശം 57 വോൾട്ടോളം നമുക്ക് മാക്സിമം കിട്ടാം. അതിൽ 55.8 56 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ICBയുടെ ഇൻപുട്ട് വോൾട്ടേജ് കൂടുകയും കുറയുന്നതനുസരിച്ച് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വേരിയേഷൻ വരും. അപ്പോൾ നമ്മളിത് 250 വോൾട്ടിൽ ചെയ്തതുകൊണ്ട് ഇൻപുട്ടിൽ 230 വോൾട്ടോ 35 വോൾട്ടോ കൊടുത്താൽ ഇവിടെ ഔട്ട്പുട്ട് കുറയും. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിൽ 250 വോൾട്ട് വരെ കൊടുക്കാം. KCB അല്ലെങ്കിൽ ഗ്രിഡിൽ നിന്ന് വരുന്നത് മാക്സിമം ആണ് 250 വോൾട്ട്. അതിൽ കൂടുതൽ സ്റ്റെബിലിറ്റിയിൽ കിട്ടുന്നില്ല. ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ആയ 230 മുതൽ നമുക്ക് അങ്ങോട്ട് കിട്ടുന്നതാണ്. ചിലത് 225, അതിന് 235 245 ഒക്കെ കിട്ടുന്ന ഏരിയ ഉണ്ട്. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിൽ വ്യത്യാസം വരും. പക്ഷേ ഈ ഔട്ട്പുട്ടിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഔട്ട്പുട്ടിലുള്ള വ്യത്യാസം കാണുന്നത്. ഇതിപ്പോൾ ഇൻവേർട്ട് ചെയ്യുമ്പോൾ UPS മോഡിലോട്ട് വരുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഔട്ട്പുട്ട് 220 വോൾട്ട് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ട്രാൻസ്ഫോമറിനെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. നമസ്കാരം.